സംഘപരിവാറിനെ പേടിച്ച് കോൺഗ്രസ് തങ്ങളുടെ പതാക ഒളിപ്പിക്കുന്ന ഗതികേടിലേക്ക് എത്തിയെന്നും സംഘപരിവാറിനെതിരെ പ്രാദേശിക പാർട്ടികൾ കാണിക്കുന്ന ധൈര്യം പോലും കോൺഗ്രസിനില്ലെന്നും ജോൺ ബ്രിട്ടാസ് എം പി. ബി.ജെ.പി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാർ ആക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ചാലക്കുടി ഇടത് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ എടത്തലയിൽ വെച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ ബി.ജെ.പിക്കെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ജോൺ ബ്രിട്ടാസ് എം പി ഉന്നയിച്ചത്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ CAA എന്ന മൂന്നക്ഷരമില്ല. ബി.ജെ.പിക്കെതിരെ പ്രതികരിക്കുവാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല. സംഘപരിവാറിനെതിരെ എല്ലാ കാലത്തും ശക്തമായ നടപടിയെടുത്ത പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. പിണറായി പറഞ്ഞു ഇതിവിടെ നടപ്പിലാക്കില്ലെന്ന്. പിണറായി മാത്രമാണ് പറഞ്ഞത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞില്ലേ? പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? കോൺഗ്രസ് BJPയെ പേടിച്ച് കരട് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന CAA എന്നുള്ള പരാമർശം പിൻവലിച്ചപ്പോൾ DMKയും തൃണമൂൽ കോൺഗ്രസും അന്തസ്സോടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചില്ലേ, ഞങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ പൗരത്വ ഭേദഗതി പിൻവലിക്കുമെന്ന്. പ്രാദേശിക കക്ഷികൾ കാണിക്കുന്ന തൻ്റെ ഇടം, ആർജവം, നിശ്ചയദാർഢ്യം, ധൈര്യം പോലും ഈ കോൺഗ്രസിന് കാണിക്കാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷത്തിന് ക്ലാസ് എടുക്കുവാൻ VD സതീശനും കൂട്ടരും വളർന്നിട്ടില്ല. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമൻ ഗോഡ്സെയുടെ രാമനാണ്. രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും BJPയെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.